ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന സെറ കമ്പനിയുടെ നിലത്തുറപ്പിക്കുന്ന, അതായത് ഫ്ലോർ മൗണ്ടഡ്, അതായത് നമുക്ക് ഭിത്തി തുളച്ച് പുറത്തേക്ക് വരുന്നത്, താഴത്തെ ഭിത്തിയല്ല സൈഡിലെ ഭിത്തി തുളച്ച് പുറത്തേക്ക് പോകുന്ന ക്ലോസറ്റാണ് നമ്മൾ പരിചയപ്പെടുന്നത്. അത് നമുക്ക് പി ട്രാപ്പ് എന്നാണ് അറിയപ്പെടുന്നത്. അതാണ് നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത്. ഇതിൻ്റെ ക്ലോസറ്റ് നമ്മൾ നിലത്തുറപ്പിക്കുന്ന ടൈപ്പ് ആയതുകൊണ്ട് സേഫ്റ്റി ബക്കിയായിരിക്കും. അതുപോലെ ഇത് എങ്ങനെ അഴിക്കണേ കാര്യങ്ങളൊക്കെയാണെന്ന് നമുക്ക് നോക്കുന്നത്. അതായത് അതിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ട് അതിൻ്റെ സ്വിച്ച് കാര്യങ്ങൾ, ഇതിപ്പോൾ സ്വിച്ച് കാര്യങ്ങൾ അതിൻ്റെ മുകളിൽ നിന്ന് നമുക്ക് അതിൻ്റെ മുകളിലുള്ള സെറാമിക്കിൻ്റെ ആ പീസ് നമുക്ക് പൊക്കിയെടുക്കാൻ സാധിക്കും. അതിനുശേഷം നമ്മുടെ ഈ സ്വിച്ച് അതിലൂടെ ഉറപ്പിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഈ രണ്ട് സ്വിച്ചുകളാണ് നമ്മൾ ഫ്ലഷ് ചെയ്യുന്നത്. കണ്ടോ, ഫ്ലഷ് ചെയ്യുന്ന ഐറ്റംസാണ് ഈ കാണുന്നത്. ഫ്ലഷിൻ്റെ ഫ്ലഷാണ് ആ മോഡ്യൂളാണ്, ഫ്ലഷ് മോഡ്യൂളാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഓവർഫ്ലോ അടിച്ചു പോകുന്നത്, അതായത് ഒരു പരിധി വിട്ട് വെള്ളം മുകളിലേക്ക് ഒരു എന്തെങ്കിലും കംപ്ലൈൻറ്റോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ആ ഹോളിലൂടെ നേരെ പുറത്തേക്ക് പോകുന്നതാണ്. പുറത്തേക്കെന്ന് ഉദ്ദേശിച്ചാൽ നേരെ ക്ലോസറ്റിൻ്റെ അകത്തേക്ക് പോയിക്കൊണ്ടിരിക്കും. അതൊരു ചെറിയ കംപ്ലയിൻറ്റ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതായത് ചില ക്ലോസറ്റുകൾ കുറേ നാളുകൾ കഴിയുന്ന സമയത്ത് ഓവർഫ്ലോ പോലെ എപ്പോഴും വെള്ളം നമ്മുടെ ക്ലോസറ്റിൻ്റെ അകത്തേക്ക് വീണുകൊണ്ടിരിക്കുന്നുണ്ട്. അത് ഫ്ലഷിൻ്റെ കംപ്ലയിൻ്റ് ആണ്. നിങ്ങൾ താഴെ കാണുന്ന വാഷുണ്ട്, ഒരു കറുത്ത വാഷ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ആ വാഷ് കംപ്ലയിൻ്റ് ആയാലും കുറേ നാളുകൾ കഴിയുന്ന സമയത്ത് അത് കംപ്ലയിൻ്റ് ആവുന്ന സമയത്താണെങ്കിലും ഇതുപോലെ വെള്ളം പോയിക്കൊണ്ടിരിക്കും. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഈ ഫ്ലഷ് ഇങ്ങനെ മുകളിലേക്ക് പൊങ്ങി താഴേക്ക് ഇരിക്കുന്ന സിസ്റ്റമാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്തെങ്കിലും കരടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കൂടിയും, കരട് ആ വാഷിൻ്റെ ഗ്യാപ്പിൽ വന്നിരുന്നാൽ കൂടിയും ഫുൾ ടൈം വെള്ളം പുറത്തേക്ക്, അതായത് ടാങ്കിലെ വെള്ളം മൊത്തം ക്ലോസറ്റ് വഴി പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കും. തൊട്ടിപ്പുറത്ത് കാണുന്ന അതിൻ്റെ ആ ബട്ടൺ കാണുന്നത്, അതിൻ്റെ തൊട്ടിപ്പുറത്ത് കാണുന്നത്, അതാണ് അതിൻ്റെ ഫ്ലഷ് കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്നത്. കാരണം അത് പൊങ്ങിയും താഴെയും ചെയ്യുന്ന സിസ്റ്റമാണ്. അതായത് വെള്ളം പൊങ്ങി കൂടുതലായിട്ട് വരുന്ന സമയത്ത് മുകളിലേക്ക് വരുന്നു. അതിൽ സ്റ്റോപ്പ് ചെയ്യുമ്പോൾ നമുക്ക് അതിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതിൻ്റെ ആ യൂണിറ്റിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. ഇനി വേണം നിങ്ങൾക്ക് കുറച്ച് വെള്ളമേ ആവശ്യമുള്ളെങ്കിൽ നമ്മളത് താഴ്ത്തിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അകത്തൊരു ബട്ടൺ ഉണ്ട്, അതൊന്ന് ക്ലിയർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ അകത്തുനിന്ന് താഴ്ത്തിയെടുക്കാൻ സാധിക്കും. അത് ഫുൾ ലെവലിൽ നമ്മൾ ഒരു ക്ലോസറ്റ് വാങ്ങിക്കുന്ന സമയത്ത് അത്യാവശ്യം സെറ്റ് ചെയ്തിട്ടാണ് വരുന്നത് തന്നെ. ഇനി കംപ്ലയിൻറ്റ് കാര്യങ്ങൾ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ നാളുകൾക്ക് ശേഷമാണ് കംപ്ലയിൻറ്റ് കാര്യങ്ങൾ വരാൻ ചാൻസ്. പിന്നെ അത് മാത്രമല്ല, നമുക്ക് സെറ ആയതുകൊണ്ട്, അതുപോലെ തന്നെ ഇതുപോലത്തെ മെറ്റീരിയൽ ഫ്ലഷും കാര്യങ്ങളായതുകൊണ്ട് നമുക്ക് ഓപ്പൺ മാർക്കറ്റിൽ നമുക്ക് അതിൻ്റെ ഫ്ലഷ് നമുക്ക് ഓപ്പൺ മാർക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടുന്ന ടൈപ്പാണ്. ഇനി നമ്മൾ ഇതിൻ്റെ സ്വിച്ച് ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിച്ചു തരാം. കണ്ടോ, സ്വിച്ച് നമുക്ക് അതിങ്ങനെ വരുന്നത് 2 ലിവറായിട്ടാണ് വരുന്നത്. നമ്മുടെ ആവശ്യത്തിന് കുറച്ചുകൂടി ലെങ്ത്ത് ഉണ്ടാവും നമ്മളിത് വാങ്ങിക്കുന്ന സമയത്ത്, ക്ലോസറ്റ് വാങ്ങിക്കുന്ന സമയത്ത്. അപ്പോൾ നമ്മളിത് സെറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കറക്റ്റായിട്ട് കറക്റ്റായിട്ട് ആ കട്ട് ചെയ്തതിന് ശേഷം ആണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ രണ്ടും കൂടി കട്ട് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. വളരെ സിമ്പിളായിട്ട് നമുക്ക് അതിൻ്റെ സെറാമിക്കിൻ്റെ അതിൻ്റെ മൂടി പുറത്തേക്ക് നമുക്ക് എടുക്കാൻ പറ്റും. എന്തെങ്കിലും കംപ്ലയിൻറ്റോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഒരു കാര്യം ഞാൻ പറയാം, ഏറ്റവും കൂടുതൽ സേഫ്റ്റി നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തികളാണെങ്കിൽ ധൈര്യമായിട്ട് നമുക്ക് വാൾ ഹാങ്ങിനേക്കാൾ കുറച്ചുകൂടി നല്ലത്, അതായത് ഭിത്തിയിൽ തൂക്കിയിടുന്ന ടൈപ്പ്, ഭിത്തിയിൽ ഫിഷർ ചെയ്ത് പിടിപ്പിക്കുന്ന ക്ലോസറ്റിനേലും നല്ലത് കുറച്ചുകൂടി വെയിറ്റുള്ള ആളുകളൊക്കെ യൂസ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ താഴെ ഫ്ലോറിൽ പിടിപ്പിക്കുന്ന ക്ലോസറ്റുകളാണ് കുറച്ചുകൂടി നല്ലത്. കാരണം വിശ്വസിച്ച് നമുക്ക് ഒരു പ്രശ്നങ്ങളില്ലാതെ ധൈര്യമായിട്ട് കയറിയിരിക്കാം. മറ്റത് ഭിത്തി ആയതുകൊണ്ട് ഭിത്തിയിൽ നമ്മൾ ഇത്തിരി ബലം കൂടുതൽ കൊടുത്താൽ എന്തായിരിക്കും ക്ലോസറ്റിൻ്റെ അവസ്ഥ എന്നൊന്നും നമുക്ക് പറയാൻ സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ട് ഫ്ലോറിൽ നിലത്ത് ഉറപ്പിക്കുന്ന ടൈപ്പ് ക്ലോസറ്റാണ് ഏറ്റവും കൂടുതൽ സേഫ്റ്റി. അതാണ് കുറച്ചുകൂടി നല്ലത് എന്നാണ് എൻ്റെ അഭിപ്രായം. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മടിക്കരുത്, ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.